ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. ഈശോ പലപ്പോഴും നിയമജ്ഞരെയും ഫരീസിയരെയും ഒക്കെ ശാസിക്കുന്നു. അതിന് കാരണം അവരുടെ കാപട്യ, അവരുടെ ധാർഷ്ട്യ. ഈശോ പ്രകാരം തർക്കിക്കുമ്പോൾ അല്ലെങ്കിൽ ശാസിക്കുമ്പോൾ ഫരീസയരോട് പറയുന്നൊരു കാര്യമുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 23-ാം അധ്യായം 26-ാം തിരുവചനം. അന്ധനായ ഫരീസേയ, പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറംകൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യമേ അകം ശുദ്ധിയാക്കുക. അവർ റിച്വൽസ് പറയുന്ന പോലെ പുറമെല്ലാം നല്ല രീതിയിൽ കഴുകി വെടിപ്പാക്കി എല്ലാം ഓക്കെ ആണെന്ന് പോകുന്ന ആൾക്കാരാണ്. അവരോട് പറയും, നീ പുറം എല്ലാം കഴുകി വൃത്തിയാക്കുന്നുണ്ട്, അത് ഏറ്റവും മനോഹരമായിരിക്കാൻ വേണ്ടി അകം കൂടി നീ ശുദ്ധമാക്കുക. നിൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ഈശോയെ നിന്നോട് അതാ പറയുക. നിൻ്റെ പുറമോടികളെല്ലാം ഓക്കെയാ. നീ മറ്റുള്ളവരുടെ മുമ്പിൽ വ്യാപരിക്കുന്ന രീതികൾ, നീ അണിഞ്ഞൊണങ്ങി പോകുന്ന രീതികൾ, നീ ചെയ്യുന്ന കാര്യങ്ങൾ, നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, നിൻ്റെ പ്രസൻസ് എല്ലാം ഓക്കെയാ. ഇതെല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ ഒന്നുകൂടി നീ ഒന്ന് ശ്രദ്ധിക്കണം. ഈ പുറം പോലെ തന്നെ നീ നിൻ്റെ ഉള്ളു മനോഹരമാക്കിയിട്ടുണ്ട്. അതൊരു ആത്മവിചിന്തനമാണ്. എൻ്റെ ഉള്ളു മനോഹരമാണ്, പുറമല്ല, ആരാധനകളല്ല, സ്തുതിപ്പുകളല്ല, പ്രാർത്ഥനകളല്ല, ഉള്ള തമ്പുരാൻ നോക്കുക. നീ ആരാധിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ദേവാലയത്തിലായിരിക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിൽ, നിൻ്റെ ഉള്ളിൽ കാപട്യമുണ്ടെങ്കിൽ നീ തിരസ്കരിക്കപ്പെടും. ഉള്ളു ശുദ്ധമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ പോകും. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് എപ്പോഴും ഉള്ളു ശുദ്ധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ, കപടതയില്ലാതെ മുന്നോട്ട് പോവാൻ ഈ വ്യക്തിയെ നീ സഹായിക്കണം. നിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും